ജി.വി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ആഴമായി ചിന്തകൾ ആരംഭിച്ചത് മിസ്കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. അതിൽ പ്രധാനമായും കുടുംബജീവിതത്തിലെ മിസ്കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. പറഞ്ഞു നിർത്തിയത് ഈഗോയാണ് മിസ്കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മൾ വീണ്ടും ഇന്ന് തുടരുകയാണ്. എൻ്റെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്ന ചിക്കു സഹോദരൻ തന്നെയുണ്ട്. ക്യാമറയ്ക്ക് പുറകിൽ ചിക്കുവിൻ്റെ മെറിനുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചിന്തകൾ വളരെ തോട്ട് പ്രൊവക്കേറ്റിംഗ് ആയിരുന്നു അല്ലേ? പല ചിന്തകളെയും പ്രൊവോക്ഡ് ആക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിവസങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാം. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ ചിന്തിക്കാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ ഈഗോയാണ് വിവാഹ ജീവിതത്തിൻ്റെ മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാരണം. ഐ എന്ന ഭാവം. ഈ ഐ എന്ന ഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സാറായി എന്നുള്ളതിൻ്റെ ഐ മാറ്റി സാറ ആക്കിയെന്നൊക്കെ പറഞ്ഞ് ഒരു കോമഡി കേട്ടിട്ടുണ്ട്. ഈ ടിൻറ്റു മോൻ ജോക്സ് പോലെ, സർദാർ കോമഡി പോലെ പാസ്റ്റർമാരുടെ കോമഡി ഉണ്ട്. എന്നിട്ട് നമ്പൂതിരി ഫലിതങ്ങൾ സാറിന് കേട്ടിട്ടുണ്ടോ? ഈ ചിക്കു കോട്ടയംകാരനായിട്ട് നമ്പൂതിരി ഫലിതം കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല. വേറെ വേറെ പല വേർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതൊരു ബീർബൽ ജോക്സ്, അങ്ങനെ. ബീർബൽ അത് വേറെ ലെവലല്ലേ? നിങ്ങൾ വലിയ എന്താ പറഞ്ഞേ, താത്വികമായി ചിന്തിക്കുന്ന. ഓക്കെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താ? കുറ്റപ്പെടുത്തലിനെ കുറിച്ചാണ്. എന്താ? കുറ്റപ്പെടുത്തലിനെ കുറിച്ച്. ഈ ഒരിക്കൽ ഒരു വിദാസം പറഞ്ഞൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരിക. ഈ ആദമിനെയും ഹൗവയും സൃഷ്ടിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ കാര്യം. സത്യത്തിൽ ഈ ആദമിന് നല്ലതുപോലെ ഉറക്കം കിട്ടിയത് ഹൗവ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പാണെന്ന് ഒരു വെപ്പ്. കാരണം യഹോവയായ ദൈവം അവനൊരു ഗാഢനിദ്ര വരുത്തി. എന്നിട്ട് സൈഡിൽ നിന്ന് പറഞ്ഞെന്നാ പറയുന്നത്, ഉറങ്ങടാ ഉറങ്ങ, നിന്റെ ഉറക്കം കെടുത്താൻ ഒരാളെ ഞാൻ കൊണ്ടുവരാൻ പോവാണ്. അതുകൊണ്ടല്ല ഇന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ടെന്ന്. കൊച്ചിൻ്റെ ഫീസ് അടച്ചിട്ടില്ല കേട്ടോ. ഇത് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ പിള്ളേർക്ക് ഫീസ് ഇല്ലല്ലേ? മിഷൻ സ്കൂളിൽ പഠിച്ചാണ്. പ്രൈവറ്റ് സ്കൂൾസിൽ ഫീസ് ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ അത് കൊച്ചിൻ്റെ ഫീസ് അടച്ചില്ല. ഞാൻ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് മെസ്സേജ് വന്നായിരുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ. കറക്റ്റായിട്ട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ഭാഗം അവൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പല കുടുംബങ്ങളും അങ്ങനെ തന്നെയാണ്. ഓർപ്പിച്ചില്ല, തീർന്നു. അതന്നെ. ഓക്കെ, അപ്പോൾ ഇത് കഴിയുന്നുണ്ട് എന്നെ ഓർപ്പിക്കണം, കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പം ഈ ആദം എഴുന്നേക്കുന്ന ഉടനെ ഹൗവയെ കാണുക. കണ്ട ഉടനെ എൻ്റെ അസ്ഥിക്ക് അസ്ഥിയും എൻ്റെ മാംസത്തിന് മാംസവും. സത്യം പറഞ്ഞാൽ ഇത് യഹോവയെ ദൈവത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട വന്നില്ല. വന്നോ? ഇല്ല, നേരിട്ട് പുള്ളി ഇങ്ങോട്ടെടുക്കുമായിരുന്നു. ഇത് എൻ്റെ അസ്ഥിക്ക് അസ്ഥി, എൻ്റെ മാംസത്തിന് മാംസം. ഈ കുറേ നാൾ ഈ പറഞ്ഞ പോലെ കുരങ്ങനെയും പട്ടിയെയും കരടിയും എല്ലാം കണ്ടിട്ട് ഈ തൻ്റെ ശരീരമുള്ള ഒരാളെ കണ്ടപ്പം പെട്ടെന്നുണ്ടായ ആ തിരിച്ചറിവിൽ എൻ്റെ അസ്ഥിക്ക് അസ്ഥി, എൻ്റെ മാംസത്തിന് മാംസമാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം. ആദം വഴക്ക് പറയാത്തതുകൊണ്ട് നമുക്കൊന്നും ചിന്തിക്കാം. പക്ഷേ ആ സമയത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞ ഉടനെ യഹോവ ദൈവം ഇറങ്ങി വന്നു തോട്ടത്തിൽ കാലൊച്ച കേട്ടപ്പോൾ. അവിടെ ഞാനൊരു കോൺട്രവേഴ്സ്യൽ ചോദ്യം ചോദിക്കാം. അവിടെ യഹോവ ദൈവം ആദമേ ഹൗവേ നിങ്ങൾ എവിടെ നല്ല ചോദിക്കുന്നേ? ആണോ? അല്ലല്ല. എന്ത് ചോദിക്കുന്നേ? ആദമേ നീ എവിടെ? വൈ? വൈ? അതൊരു ഭയങ്കര ശരിയാ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുരുഷൻ സ്ത്രീയുടെ തലയാണെന്നും കുടുംബത്തിൻ്റെ നായകനാണെന്നൊക്കെ പറയുമ്പോൾ അടിച്ചമർത്താൻ വേണ്ടിയല്ല, പകരം അതിന് വലിയൊരു അർത്ഥമുണ്ട്. യു ആർ ദ അക്കൗണ്ടബിൾ പേഴ്സൺ ഫോർ യുവർ ഫാമിലി. ഞാനങ്ങനെ ചിന്തിക്കുന്നത്. ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾക്ക് പോലും ഒരു ഭർത്താവ് ചിലപ്പം കണക്ക് കൊടുക്കേണ്ട ദൈവസന്നിധിയിൽ.
അവിടെ കല്യാണം നടത്തുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഒത്തിരി കല്യാണം നടത്തിയിട്ടൊന്നുമില്ല, കുറച്ച് നടത്തിയിട്ടുണ്ട്. നടത്തുമ്പോഴൊക്കെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയിപ്പിക്കും, ഞാൻ നിമിത്തം അവൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളുടെ ആത്മീയ ജീവിതത്തിന് ഒരു ദോഷവും വരത്തില്ലെന്ന് ഞാൻ ഉറപ്പ് വരുത്തും എന്ന് ഞാൻ പറയിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം കുറ്റപ്പെടുത്തൽ. അപ്പം ഈ ആദമേ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആദമിൻ്റെ മറുപടി ഞാൻ ഒളിച്ചിരിക്കുകയാണ് നഗ്നനായതുകൊണ്ട്. ഉടനെ യഹോവയായ ദൈവം ചോദിക്കുന്നു, നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? ഉടനെ ഇദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എന്ത്, നീ എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് നീ തന്ന ഈ സ്ത്രീ. ഉണ്ടോ, അസ്ഥിക്ക് അസ്ഥി എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ എന്താ പറയുന്നത്? തിരിച്ചു പറഞ്ഞു, നീ തന്ന സ്ത്രീ. ഈ സ്ത്രീ കുറ്റപ്പെടുത്തൽ അവിടെ ആരംഭിക്കുക. ചിക്കുവിൻ്റെ അഭിപ്രായത്തിൽ കുറ്റപ്പെടുത്തൽ, ഞങ്ങളിത് പറയുമ്പോൾ ജീവിതത്തിൽ കുറ്റപ്പെടുത്തൽ നിമിത്തം മുറിവേറ്റവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട്. പ്രിയ ചിക്കു, നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനകത്തൂടെ പരിശുദ്ധാത്മാവിന് സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കാണും. ചിക്കുവിൻ്റെ അഭിപ്രായത്തിൽ കുറ്റപ്പെടുത്തലുകളെക്കുറിച്ച് അത് എത്രത്തോളം ഒരു കുടുംബജീവിതത്തെ ശിഥിലമാക്കും? മിസ്കമ്മ്യൂണിക്കേഷൻ കുറ്റപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കാര്യമല്ലേ. നമ്മൾ എന്ത് കാര്യത്തിനും, പിന്നെ ചില കാര്യങ്ങളുണ്ട്, വാട്ട് വി കോൾ ഇറ്റ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഇപ്പോൾ കുറ്റപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ എന്നെ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നു എന്ന് പറയാതെ ദർ ഇസ് സംതിങ് കോൾഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അതായത് ഞാൻ എപ്പോഴും നമ്മളൊരു കാര്യത്തിനകത്ത് നമ്മളൊരാളെ കാര്യപ്രാപ്തനാക്കുക കാര്യപ്രാപ്തിയാക്കുക എന്നുള്ളത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ വേണ്ടി ആകരുത്. ഈ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്. പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, വെൻ യു കമ്മ്യൂണിക്കേറ്റ് ടു യുവർ വൈഫ് ആക്ച്വലി, അല്ലെങ്കിൽ വൈഫ് കമ്മ്യൂണിക്കേറ്റ്സ് ടു ദ ഹസ്ബൻഡ്, നമുക്ക് ക്ലിയർലി പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു ഐഡിയ നമുക്ക് തരുന്നുണ്ട് എങ്ങനെ ആയിരിക്കണം നമ്മുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും നമ്മളത് നമ്മുടെ പേഴ്സണൽ ഇതിനു വേണ്ടി ഗെയിനിന് വേണ്ടി എടുക്കുമ്പോഴത്തേക്കാണ് പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ പലപ്പോഴും അതൊരു വേദനയിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ. സോ ദ ഇൻറ്റൻഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആക്ച്വലി വാട്ട് യു ആർ ട്രൈങ് ടു. ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, അത് കുറ്റപ്പെടുത്തലല്ല. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം ഒരു ഭർത്താവ് ഒരു ഭാര്യ, അപ്പോൾ എന്താ പറയുക, ഭാര്യ എനിക്ക് ഡ്രൈവിങ് പഠിക്കണ്ട, ഓക്കെ, ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ് ആക്ച്വലി, ഓക്കെ. പക്ഷേ അവിടെ ഒരു എംപവർമെൻ്റ് ആവശ്യമുണ്ട്. നീ നിനക്ക് ഒരിക്കലും പഠിക്കണ്ട, നീ എങ്ങനെയാണെന്ന് പറയുമ്പം അതൊരു കുറ്റപ്പെടുത്തലായി മാറുക. മറിച്ചത് യു ക്യാൻ എംപവർ ഇൻസ്റ്റെഡ് ഓഫ് പോയിൻറ്റിങ് എ ഫിംഗർ. നമ്മൾ ഒരു വിരൽ നമ്മൾ ചൂണ്ടുമ്പം ബാക്കി 4 വിരൽ നമ്മളെ ചൂണ്ടുമെന്ന് പറയുന്നത് പോലെ I think the intention is very important actually when you communicate. ഈ കുറ്റപ്പെടുത്തലുകൾക്കകത്തൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സത്യം പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് എവിടെങ്കിലും ഗുണമുണ്ടായതായിട്ട് വായിച്ചിട്ടുണ്ടോ? ഇല്ല, അത് എൻ്റെ മമ്മി പണ്ട് ഇങ്ങനെ പറഞ്ഞൊരു കഥയുണ്ട്. എനിക്കിത് മൊത്തം അറിയത്തില്ല. ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കും, ഒരു ഭർത്താവും ഭാര്യയും കൂടെ ഒരു വഴക്കുണ്ടായി. ഒരാൾ പറഞ്ഞതൊരു കൊടയാണ്, മറ്റേ ആൾ പറഞ്ഞതൊരു കത്രികയാണ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് പോയിട്ട് അവസാനം ഞാൻ എൻ്റെ മമ്മി പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഈ കഥ. പറഞ്ഞു, ഭർത്താവ് ദേഷ്യത്തിന് ഭാര്യയെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. അപ്പം മുക്കിക്കൊല്ലാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുക, അപ്പോഴും ഭാര്യ കൈകൊണ്ട് കാണിക്കുകയാണ് കത്രികയാണ്. അപ്പം നമ്മൾ പിടിക്കുന്ന ആ ഒരു മുയലിന് 3 കൊമ്പെന്ന് പറയുന്നത് പോലെ ഇറ്റ് ഗോസ് ബാക്ക് ടു ദ ഇൻറ്റൻഷൻ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ് ഒരു കാര്യത്തിൽ നിന്ന്, ഒരു പോസിറ്റീവ് ഔട്ട്കം ഇതിൽ നിന്ന് ഉണ്ടാകാനായിട്ടുള്ള ഇതുണ്ടോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മെറിനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു മെറിന്? ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ പേഴ്സണാലിറ്റിയിൽ കോൺട്രവേഴ്ഷ്യൽ സബ്ജക്ട്. ഞാൻ പറഞ്ഞേ എൻ്റെ ഭാര്യ ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ എന്നെ കാണത്തുള്ളൂ. ചിക്കുവിൻ്റെ വിഷയം ഇന്ന് രാത്രി തന്നെ കിട്ടും. കുറ്റപ്പെടുത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയണ്ട, അറിവില്ലായ്മകളും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അറിവില്ലായ്മയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്,
പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മളിപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ടിക്ടോക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ബെഞ്ച് മാർക്കായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഉയ്യോ ദൈവമേ അതുപോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ പലരും അതിൻ്റെ പുറകിലുള്ള സ്റ്റോറീസ് പറയത്തില്ല. അപ്പം നമ്മൾ പറഞ്ഞില്ല അപ്പം നമ്മൾ അങ്ങനെ എന്തല്ല ഉദാഹരണം പറയട്ടെ, ഈ പേര് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് അറിയത്തില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു കാലിയോ എന്നും പറഞ്ഞുകൊണ്ടൊരു നമ്മൾക്ക് അവരായിരുന്നു കുടുംബജീവിതത്തിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള. ഞാൻ അത് പറയാം, മനസ്സുകൊണ്ട് തകർന്നു പോയി അവരുടെ ആ വാർത്ത. നമുക്ക് സങ്കടം വരും. കാരണം നമ്മുടെ ഇപ്പം നമ്മളൊരു അങ്ങനെ ആരെങ്കിലും അല്ലെ, ഞാൻ പറയാം ഐ ഡോണ്ട് നെയിം ആക്ച്വലി, പക്ഷെ ഞാൻ പറയാം നമ്മളൊരു ഇൻറ്റൻഷനോടുകൂടി നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ ആരായെന്നുണ്ടെങ്കിലും. പക്ഷെ അത് തകരുമ്പോൾ അത് നമുക്ക് ഉള്ളിൽ സങ്കടം. പക്ഷെ ദ തിങ് ഈസ് ദിസ് ഗോസ് ബാക്ക് ബിബ്ലിക്കൽ. നമ്മുടെ ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാം ഐ ഹവ് നെവർ ബീൻ അഷെയിം ടു സേ സോറി. എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി പറഞ്ഞൊക്കെ പരിധിയില്ലേ. നമ്മൾക്ക് മുമ്പേ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അല്ല, അങ്ങനല്ലേ ഞാൻ പറഞ്ഞേ. നമ്മുടെ പലപ്പോഴും നമ്മുടെ തെറ്റുകളെ മറച്ചു വെക്കാൻ നോക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ കുറ്റപ്പെടുത്തലുകളുടെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല. പക്ഷെ ആ കുറ്റപ്പെടുത്തലിന്റെ ആഴവും വേദനയും കൂടും. നമുക്ക് തിരുത്താൻ പറ്റാവുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധത്തിൽ നിന്ന് ഇവിടെ ഒരു സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ കാണത്തില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തില്ല. ഈ സ്പൂൺ 5 മിനിറ്റ് മുമ്പ് ഞാനായിരിക്കും മാറ്റി വെച്ചിരുന്നത്, മനസ്സിലായോ? അപ്പം നമ്മളത് കാണുമ്പോൾ മനസ്സിലാവും ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ, എനിക്കറിയാം ഞാനത് അവിടെ കൊണ്ടുവച്ചതെന്ന്, മനസ്സിലായി? അപ്പം നമ്മൾ അതിനെ കവറപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിന് ഇറ്റ് ഗോസ്. ഞാനത് പറയുമ്പോൾ ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു ആള് കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. വന്നപ്പോൾ ഫാമിലി പ്രശ്നം. ഞാൻ ആ ഭർത്താവിനോട് ചോദിച്ചു എന്താണ് എൻ്റെ പ്രശ്നം. പുള്ളി പറഞ്ഞു പാസ്റ്റർ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആകെപ്പാട് പ്രശ്നം. ഞാൻ ചോദിച്ചു ഒരു കാര്യം പറയാം, എന്തൊരു കാര്യം പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സകലതും തുറന്നു പറഞ്ഞു, അതാണ് പാസ്റ്റർ എനിക്ക് പറ്റിയ അബദ്ധം. പുള്ളി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി തന്നെ പുള്ളിയുടെ ചരിത്രം മൊത്തം പുള്ളി എന്ത് ചെയ്തു, അപ്പോൾ തുറന്ന് പറയണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു രഹസ്യം ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ പൊന്നു പാസ്റ്റർ ചതിക്കല്ലേ, അങ്ങനെ ഒന്നും പറഞ്ഞു പോയിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പം എല്ലാം ഓപ്പണായി പറയാൻ പറ്റുമോ? You have to take guidance from the Holy Spirit. You have to take. Holy Spirit never give you guidance to hide you. No. അങ്ങനെയല്ല. പക്ഷെ ഞാൻ പറയട്ടില്ല, നമുക്ക് സമയം എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ റൈറ്റ്. ഞാൻ പറയാം, ഇപ്പം ഞാൻ വേറെ ഇത് ഞാൻ ലൈഫിൽ ഞാൻ ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു ഉത്തരം കിട്ടാതിരുന്ന സമയത്ത് ദൈവം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, റൈറ്റ് തിങ് അറ്റ് എ റോങ് ടൈം ഇസ് എ റോങ് തിങ്. ഇപ്പം നമുക്കിപ്പം ക്ലാസ് മാസ്റ്റർ ഇഷ്ടമുള്ള ഫുഡ് എന്തുവാ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ഇപ്പൊ സാലഡാ. പക്ഷെ പോട്ടെ, നമുക്ക് അല്ലാതെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് 2 പൊറോട്ടയും ബീഫ് ഫ്രൈ ആണല്ലോ. വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് പൊട്ടാറായിരിക്കുന്ന സമയത്ത് ഈ ബീഫ് ഫ്രൈയും ഒരു രക്ഷയില്ല. അപ്പം എനിക്കെപ്പോഴും ഞാനൊരു കാര്യത്തിന് വേണ്ടി ഒരു വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ആ ടൈമിലല്ല, പക്ഷെ അതിൻ്റെ വേറെ ടൈമിലാണ് ഗോഡ് അതിനൊരു വിടുതൽ തന്നത്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, വൈ കുഡന്റ് യു ഡു ദിസ് ഏർലിയർ? അപ്പം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിനൊരു ഉത്തരം ദൈവം തന്നത്. ലൈക്ക് റൈറ്റ് തിങ് ഇൻ എ റോങ് ടൈം ഇസ് എ റോങ് തിങ് ആക്ച്വലി. അപ്പോൾ പലപ്പോഴും ദ കോൺവെർസേഷൻസ് ഓൾസോ സംടൈംസ് ഹാവ് ടു ഫീൽ, യു ഹാവ് ടു ടേക്ക് ദ ടൈം. ലൈക്ക് പലതും നമുക്ക് മനസ്സിലാക്കാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കേൾക്കുന്ന കാര്യത്തിനകത്തുനിന്ന് വി ഹാവ് ടു പിക്ക് ദ ഈ തെറ്റുകൾ അങ്ങോട്ട് തരാം. ഞാനിത് ചോദിക്കാൻ കാരണം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ 2 സൈഡിലുള്ള നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് പലതരം ചിന്ത വരും. ആ രീതിയിലാണ് ചോദിക്കുന്നത്. ഈ തെറ്റുകളെല്ലാം വിട്ടുതരാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇപ്പോഴത്തെ റിയൽ ലൈഫിൽ മരൻ്റെ പേരെടുത്താൻ പറഞ്ഞ് എന്നെ അടിക്കത്തൊന്നുമില്ലല്ലേ. മേറിന് ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്, ശരിയായില്ല, കണ്ടിട്ട് ബോറാ. എന്തുവാടി ഇത് ബോർ, എന്നാ വരവായത്, വെറും ബോർ പറഞ്ഞിരിക്കട്ടെ. പെങ്കൊച്ച് കൃപയുള്ളതായതുകൊണ്ട് ഒരു കൃപ പറയും. പിറ്റേ ദിവസം വരുന്നതാണ് എന്തു ഇത്
വെറും ബോറ്. അവൾ അന്നേരം കൃപ പറയും. മൂന്നാമത് വീണ്ടും പറയുമ്പോൾ കൃപ കൃപ എന്ന ആർത്ത് മൂന്നാമത് ആണിക്കല്ല് കയറ്റി എന്ന വാക്യം പറഞ്ഞതുള്ളതാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടല്ല, ഫ്രാങ്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. അവിടെ പറഞ്ഞത് സത്യമാണെന്ന് മറ്റൊരാളുടെ മുമ്പിൽ എൻ്റെ ഭാര്യ മോശക്കാരിയാകലെന്ന് ഉദ്ദേശിച്ച് ചിക്കു പറയുന്നു. പക്ഷേ നമ്മുടെ പോയിന്റ് മെറിൻ അതിനെ കുറ്റപ്പെടുത്തലായി കാണുന്നു. ഇൻ ദിസ് സിനാരിയോ വാട്ട് ഷുഡ് വി ഡു? ആക്ച്വലി ഓക്കെ, ഞാൻ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം യു ഗോട്ട് മൈ പോയിന്റ്. ഇപ്പം ഇത് എല്ലാവരുടെയും ലൈഫിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. വി ഡു ദിസ് ആക്ച്വലി. ഓക്കെ, ഞാനും പറയാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരുങ്ങി എന്തെങ്കിലും ഒരു കാര്യം വരുന്നതിനകത്ത് ഇപ്പം ഞാൻ പറയാം, ഐ വിൽ ബി വെരി സ്പെസിഫിക്. എന്താണ് എനിക്കതിനകത്ത് അല്ലേ? പക്ഷേ അത് എനിക്കൊരു ഡോമിനൻസിൻ്റെ ഇതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പം എന്താണ് അതിനകത്തൊരു സ്പെസിഫിക്സ്? ഇപ്പം ഞാൻ പറയാം, ഇപ്പം മെറിൻ എൻ്റെ അടുത്ത് ഇപ്പം ഒരു എന്തെങ്കിലും ഇപ്പോൾ ഒരു ടോപ്പ് ഒരു സ്കേർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറയും എനിക്ക് ആ സ്കേർട്ട് അത്ര പിടിച്ചില്ല, അല്ലെങ്കിൽ അത് എൻ്റെ പേഴ്സണൽ ഇതാകട്ടോ, ഞാനത് പറയും. ഐ വിൽ ബി വെരി സ്പെസിഫിക് അബൌട്ട് ഇറ്റ്. ബട്ട് ഐ വിൽ ടെൽ ഹർ ആക്ച്വലി ചിലപ്പോൾ എനിക്ക് ഇതിൻ്റെ കളറ് ചിലപ്പോൾ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും. ഇഫ് യു ഫൈൻഡ് ഇറ്റ് ബ്യൂട്ടിഫുൾ ദെൻ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എനിക്ക് ചില കളർ കോമ്പിനേഷൻസ് ഒന്നും മനസ്സിലാകും. ഐ വിൽ ബി വെരി സ്പെസിഫിക് അബൌട്ട് ഇറ്റ്. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ആസ് വെൽ ഞാൻ മെറിൻ്റെ അടുത്ത് വി കോൺസ്റ്റൻ്റ്ലി ഹാവ് ദിസ് കോൺവെർസേഷൻ. ഈ ഒരുങ്ങുക എന്ന് പറയുന്നതിന് വി ഹാവ് എ ലോട്ട് ഓഫ് കോൺവെർസേഷൻസ്. ഞങ്ങൾ ഇത് ചെയ്യുന്നത്, എടാ വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് കളർ ഓർ വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ്? ഞാൻ നേരത്തെ ചോദിക്കും, കാരണം എനിക്ക് ഇതിനകത്ത് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയാണ്. രണ്ട് കളർ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് കണ്ടാൽ ഇഷ്ടപ്പെടും അല്ലാതെ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ യൂസ് ഹെർ വിസ്ഡം ടു ടു കം അപ്പ് വിത്ത് സംതിങ്. പക്ഷേ ഞാൻ മൊത്തത്തിൽ ഒരിക്കലും ഇത് കൊള്ളത്തില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല ഞാൻ. പക്ഷേ വാട്ട് ഐ സേ വാട്ട് ഈസ് ദ സ്പെസിഫിക്. ഐ തിങ്ക് എന്താ പറയുന്നത്, നമ്മൾക്ക് അതിനകത്തൊരു വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. യു നീഡ് ടു. പക്ഷേ ഐ തിങ്ക് ഗോഡ് ഹാസ് ഗിവൻ യു എ പേഴ്സൺ, റൈറ്റ്? ഗോഡ് ഹാസ് ഗിവൻ യു എ വൈഫ്. യു ക്യാൻ നെവർ സേ ദാറ്റ് ഓക്കെ ഒന്നും കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചേരുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ മുടി മൊത്തം പറ്റ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. സൈഡിലോ അതോ മൊത്തം മുട്ട അടിക്കുന്നത് ഇഷ്ടം. ഓക്കെ, ഞാൻ മുട്ട അടിച്ചാൽ വൃത്തികേടാന്ന് എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം അടിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പറ്റ തള്ള സഹിക്കത്തില്ല, നിങ്ങൾക്ക് ചേരത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ചേരത്തില്ല. അപ്പം സത്യം പറഞ്ഞാൽ എന്നേക്കാൾ എൻ്റെ അറ്റയർ നല്ലതാണെന്ന് അറിയാവുന്ന ആർക്കാ? എൻ്റെ പാർട്ട്ണറിന് അല്ലേ? പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ പാർട്ട്ണർ നല്ല ജെന്യൂനായി പറയുന്ന ഒരു കാര്യത്തെ തിരിച്ചെടുത്താൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവെ, ഇത് ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ മനസ്സിലാക്കിക്കോണം, സംവെയർ നമ്മുടെ പ്രതിയോഗി ഫാമിലിക്കകത്ത് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. The only thing which we can do, run back to the source. ഓടി എത്തുക, കർത്താവെ ഞങ്ങളുടെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങി, അതിനെ അവിടെ പിടിക്കണം. At times we go through many difficult situations where we cannot deal it. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത പല പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകും. അവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ കൺട്രോളിന് പുറത്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവൻ്റെ കയ്യിലോട്ട് സാധനം കൊടുക്കുക. ഈ നമ്മുടെ യു ക്യാൻ ബി ഗ്രേസ്ഫുൾ ടു യുവർ പാർട്ട്ണർ. നമ്മൾ ലവിനെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം, ഐ മെയ്ഡ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. ഇപ്പം ഞാൻ ഇപ്പം ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് നമ്മളൊരു വീട് പണിയുന്നതിനകത്ത് നമുക്കൊരു ലാൻഡ് മേടിക്കുന്നതിനകത്ത് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഓക്കെ, ഈസിലി ആർക്ക് വേണമെങ്കിലും പറയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് ചെയ്തതിനകത്ത് വേറെ ആർക്കും ഒരു ബന്ധമില്ല അതിനകത്ത്.
ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊരു മിസ്റ്റേക്കാണ്. ലൈക്ക് യുനോ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ ചിന്തിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു മിസ്റ്റേക്കാണ്. ആർക്ക് വേണമെങ്കിലും ഈസിലി പറയാം ഞാൻ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെരം വന്നിട്ട് ഒരിക്കൽ പോലും അത് നിങ്ങൾ കുളവാക്കിയില്ലേ എന്ന് പക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചേനെ. അപ്പം ഐ തിങ്ക് ദ ഗ്രേസ് ഗോസ് എ ലോട്ട് ഓഫ് ഇറ്റ്. ലൈക്ക് നമുക്ക് വി ടോക്ക് അബൌട്ട് ഗോഡ്സ് ലവ് റൈറ്റ്, പക്ഷേ ഷീ ഹാഡ് ഗ്രേസ് ഫോർ മീ. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രേസ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ഇറ്റ്സ് റെസിപ്രോക്കൽ. ഇപ്പം നമുക്ക് കുറ്റമില്ലാത്തവർ ആരുമില്ല, പക്ഷേ ദ വേ ഹൗ വി കമ്മ്യൂണിക്കേറ്റ്. പക്ഷേ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ്. ഇപ്പോൾ ഞാൻ ആ ഒരു റോങ് ഡിസിഷൻ എടുത്തെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഹൗസ് വാസ് ബിൽറ്റ് ദെയർ. ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്സ് ഇൻ അവർ ലൈഫ് ആക്ച്വലി. അപ്പം പക്ഷേ ദാറ്റ് കുഡ് ഹാവ് ബീൻ എ ഡിസാസ്റ്റർ. പക്ഷേ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് ഒരു എന്താ പറയുന്നത്, ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ ബ്ലെസ്സിങ്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ലൈഫിൽ ഒരു മൊബൈൽ ഫോൺ പോലെയാണ് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അല്ലേ? ഈ മൊബൈൽ ഫോണിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, തെറ്റായ രീതിയിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷേ എത്ര വില കൂടിയ സാധനമാണേലും അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ സാംസങ് ഉപയോഗിച്ചുകൊണ്ട സമയത്ത് ഐഫോണിലോട്ട് മാറിയപ്പോൾ ഞാൻ ഓർത്തത് ഐഫോണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അപ്ഡേറ്റിൻ്റെ ആവശ്യമില്ല. ഐഫോണിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് അല്ലേ? അത് ഞാനിവിടെ ചർച്ചിൽ, നമ്മുടെ ഇംഗ്ലീഷ് ചർച്ചിൽ നമ്മുടെ പാസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മളിപ്പം ഒരു നേരത്തെ ആഹാരം കൊണ്ട് മാത്രം നമ്മുടെ വിശപ്പ് ജീവിതകാലത്തേക്ക് മൊത്തം അടക്കത്തില്ല അല്ലേ? സോ സെയിം ലൈക്ക് ദാറ്റ് ദ കണക്ഷൻ വിത്ത് ഗോഡ് ആക്ച്വലി യുവർ സ്പിരിച്വൽ maturity, your spiritual thirst and hunger, it will not be solved with one paragraph or one verse or anything like that. You have to be constantly connected. You have to be constantly connected with the word of God actually. വേർഡ് ഓഫ് ഗോഡിന് നമ്മുടെ കുറ്റപ്പെടുത്തലുകൾക്കകത്തും നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. Yes. ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് ഓഫ് എവറി. ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലി ലൈഫിന്റെ ഏറ്റവും വലിയൊരു ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, വെൻ യു സേ ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മളൊരു ബ്ലൂ പ്രിന്റ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. അപ്പം നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് വി നീഡ് ടു ചേഞ്ച് എനിത്തിങ് വി നീഡ് ടു ഗോ ബാക്ക് ടു ദി ഒറിജിനൽ പ്ലാൻ. ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദാറ്റ് ബ്ലൂ പ്രിന്റ്. എനിക്ക് ഇവിടുന്ന് മാറ്റി എന്തെങ്കിലും മാറ്റി, ഓക്കെ ദാറ്റ് ഈസ് ഗോണ ബി ബെറ്റർ ഫോർ ദിസ് പ്ലേസ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, വി ഗോ ബാക്ക് ടു ദ ബ്ലൂ പ്രിന്റ്. ഈ ബ്ലൂ പ്രിന്റ് ഇല്ലാതെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കുളവാകും. സോ ബൈബിളാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ്, അടിസ്ഥാനം. യെസ്. ഈ ഇനി ആ കുറ്റപ്പെടുത്തലിൻ്റെ അടുത്തൊരു ഭാഗം കൂടെ ഞാൻ പറയാം. ഈ യേശുക്രിസ്തു ആണല്ലോ എല്ലാത്തിനും നമുക്കൊരു എക്സാമ്പിൾ. സോ ദ റിലേഷൻ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്, സ്ലീഹനായ പൗലോസ് കണക്ട് ചെയ്തേക്കുന്ന ഫാമിലി ലൈഫിനോട്. യേശുക്രിസ്തു ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്യാത്ത തെറ്റിനെ കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. ഇനി അടുത്ത ഒരു കോൺട്രറി സൈഡ്, തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്തു, എന്ത് ചെയ്യാൻ പറ്റും? സത്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പാപിനിയായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് ആൾക്കാരെത്തി അല്ലേ? ഐ എം സോറി, പാപിനിയായ സ്ത്രീ എന്ന് പറയാൻ കാരണം അവിടെ അങ്ങനെ എഴുതിയേക്കുന്നതുകൊണ്ടാണ്. ഒരു സ്ത്രീക്ക് ഒരിക്കലും തനിയെ അഡൾട്ടറി ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? യുവമാരൊക്കെ അതിനേക്കാൾ വലിയ ടീമുകൾ അവിടെ നിൽക്കുന്നത്, എറിയാൻ കല്ലും കൊണ്ട് വന്നേക്കുന്ന പുള്ളികൾ ഇതിനേക്കാൾ വലുതാണ്. അപ്പം പക്ഷേ യേശു അതിനെ ഹാൻഡിൽ ചെയ്തേക്കണ സിമ്പിളാണ് യേശു ഹാൻഡിൽ ചെയ്തു. ഈ രസകരമായ ഒരു കാര്യം, എനിക്കവിടെ എൻ്റെ ചെറിയ പ്രായത്തിൽ ഭയങ്കര സംശയമായിരുന്നു. യേശു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നൊരു വാക്യമുണ്ട്. യേശു നിലത്ത് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു. എൻ്റെ ഭയങ്കര സംശയം, എന്തോ എഴുതിക്കൊണ്ടിരുന്നതെന്ന്. ഒരു വർഷം ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ലാസർ വി മാത്യു പാസ്റ്റർ പറഞ്ഞ ചിന്തയാണ്. ചിക്ക് പറയുന്ന വിഷയം ലാസർ വി മാത്യു എന്നൊരു ഉപദേശമുണ്ട്, വളരെ സീനിയർ ദേവദാസൻ. ഈ സത്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് എൻ്റെ ചെറിയ പ്രായത്തിൽ, എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ, മിക്കവാറും എല്ലാം ക്രൈസ്റ്റ് ഓറിയന്റഡ് ആണ്.
യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് എൻ്റെ മനസ്സിനകത്ത് ആ ഒരു അഗ്നി കോരിയിട്ടത് ചെറിയ പ്രായത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ്. ഇദ്ദേഹം യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാമോ ലാസർ മാത്യു പാസ്റ്ററെ? കേട്ടിട്ടുണ്ട്. അത് കേൾക്കണം കേട്ടോ. പുള്ളിയുടെ പഴയ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, കേൾക്കേണ്ടതാണ്. ക്ലാസിക്കൽ മെസ്സേജസാണ്. ഓക്കെ, ഇവിടെ മോൻ ഫെബിനൊക്കെ നമ്മുടെ സുഹൃത്താണ്. അപ്പം യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ പ്രത്യേകത. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്ത് പടുതി വിട്ടത് എഴുതിക്കൊണ്ടിരുന്നതിന് പറഞ്ഞ കാര്യമാണ് വേറൊരാൾ പറഞ്ഞാൽ കേട്ടില്ല അതിനെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞത് ഈ അവറാച്ചായൻ അറിയാൻ കല്ലും കൊണ്ട് വന്നപ്പം യേശു നിലത്തെഴുതിയെന്ന് 2026 മാർച്ച് മാസം 17-ാം തീയതി അവറാച്ചായൻ എൻ്റെ വീട്ടിൽ പുള്ളി കല്ലിട്ട് പോയെന്ന്. അങ്ങനെ വന്നവന്മാരുടെ എല്ലാം പേര്. ഇനി അടുത്തൊരു കാര്യം അവിടെ ചിന്തിക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ ഒരു നിസ്തുല്യത. അവസാനം ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, യേശുവും ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. പാപിനിയായ സ്ത്രീ വിത്ത് എ റോങ് റെക്കോർഡ് ആൻഡ് ജീസസ് എലോൺ. അവിടെ പാപത്തെക്കുറിച്ചുള്ള ചിന്ത എഴുന്നേക്കണ്ടേ? മനസ്സിലായില്ലേ പറഞ്ഞു? ട്രാക്ക് റെക്കോർഡ് മോശം, ആരും ഇത് ചെയ്യാനില്ല, അവർ രണ്ടും മാത്രം ശേഷിച്ചു. പാപത്തെക്കുറിച്ചുള്ള ചിന്ത തുടങ്ങുന്നിടത്ത് യേശുവിൻ്റെ വായിൽ നിന്ന് വീണത് പാപം ഇനി ചെയ്യരുത്. ദാറ്റ് മീൻസ് പഴയതിനെക്കുറിച്ച് യേശു എടുത്ത സ്ട്രാറ്റജി അതാ. പഴയതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, ഇനി കുറ്റപ്പെടുത്തലുകൾക്കകത്ത് ഭാരപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകാൻ ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ മനസ്സിൽ വന്ന ഒരു വാക്ക്, ഇന്നലകളെ മറക്കുക, നാളുകളിലേക്ക് ഫോക്കസ് ചെയ്യുക. കൊല്ലാനൊരു സമൂഹം ചുറ്റുമുണ്ട്, ജീവിക്കാൻ നിങ്ങൾ രണ്ടും തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങൾ ഒരുമിച്ച് പോകണമെങ്കിൽ. സഹോദരങ്ങളെ, നിങ്ങൾ കുറ്റപ്പെടുത്തലിനകത്ത് രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഒന്നങ്ങ് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ പറ്റും. റിയലി സോറി ഇങ്ങനെ പറയുന്നതിൽ മാരീഡ് ബാച്ചിലേഴ്സിൻ്റെ എണ്ണം കൂടുക. മാരീഡ് ബാച്ചിലേഴ്സ് ദേ സ്റ്റിൽ ലീവ്. ഈ തുണയെന്നുള്ളത് മാറി ഇണയെന്നുള്ള അവസ്ഥയിൽ ദ ജസ്റ്റ് ബിക്കം മേറ്റ്സ്. ഒരു വീട്ടിൽ താമസിക്കുന്നു, പക്ഷെ അവരുടെ കുടുംബജീവിതത്തിനകത്ത് ഒത്തിരി തകർച്ചകൾ. കുറ്റപ്പെടുത്തലുകൾ അവസാനിപ്പിച്ചിട്ട് കഴിയുമെങ്കിൽ നാളെ എന്ത് എന്ന ചിന്തയിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ അവിടെ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകും. അവിടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകും. നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടാൽ, തുറന്നു പറയാം, നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും. കമൻട്രി പറയാനും അഭിപ്രായം പറയാനും 100 കൂട്ടം ആൾക്കാർ കാണും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നഷ്ടം നിങ്ങൾക്ക് മാത്രം. അതിനിട വരരുത്. ദൈവം നിങ്ങൾക്ക് അവസരങ്ങളെ തരട്ടെ. കുറ്റപ്പെടുത്തലുകളില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതത്തിന് നിങ്ങൾ അതിന് ഇടവരുത്തുക. ഏതെങ്കിലും തരത്തിൽ നിങ്ങളെക്കൊണ്ട് നോക്കിയിട്ടും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിലേക്ക് കയറുക. പ്രാർത്ഥനാമുറിയിൽ രണ്ടുപേരും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ടും നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വളരെ കോൺഫിഡൻഷ്യലായിട്ടും കൃപയോടും ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ദൈവഭൃത്യന്മാരെ കണ്ടെത്തുക. അവരോടുകൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അവരുടെ പ്രാർത്ഥന ആവശ്യപ്പെടുക. നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ ദയവായി നിങ്ങൾ ഈ തീരുമാനമെടുക്കുക. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക. സഭ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് എങ്ങനെ സ്നേഹത്തിലായിരിക്കുന്നു, കൂട്ടായ്മയിലായിരിക്കുന്നു, അതുപോലെ ഭാര്യമാർ ഭർത്താക്കന്മാരുമായി കൂട്ടായ്മയിൽ ആചരിക്കുക. അങ്ങനെ മുമ്പോട്ട് പോയാൽ ശോഭനമായൊരു ഭാവി നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ തലമുറകൾ ആദരിക്കപ്പെടും. നിങ്ങളുടെ ഗ്രഹം എന്നും ശുഭമായിരിക്കും. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. കുറ്റപ്പെടുത്തലുകൾ ഇല്ലാത്ത വ്യക്തികൾ ആരും നമുക്ക് ചുറ്റും ഇല്ല. ഒത്തിരി പേരുണ്ട്. പക്ഷേ കമപ്പ്, അതിനെ വിട്ട് മുമ്പോട്ട് വരിക. മൂവ് ഓൺ, കണ്ടിന്യൂ ചെയ്യുക.
നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.